നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK ബാങ്കുകളിൽ വൻ സുരക്ഷാ വീഴ്ച, ലക്ഷങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ ചോർന്നു. UKയിലെ പ്രമുഖ ബാങ്കിംഗ് ഗ്രൂപ്പായ ലോയിഡ്സ്, ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നിവയുടെ മൊബൈൽ ആപ്പുകളിൽ ഗുരുതരമായ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തു. ലോഗിൻ ചെയ്ത ഉപഭോക്താക്കൾക്ക് മറ്റുള്ളവരുടെ ഇടപാടുകളും സാമ്പത്തിക വിവരങ്ങളും കാണാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനെ തുടർന്ന് നിരവധി ഉപഭോക്താക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ചില ഉപഭോക്താക്കൾക്ക് 30ഓളം അപരിചിതരുടെ പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, നാഷണൽ ഇൻഷുറൻസ് നമ്പർ തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലോയിഡ്സ് ബാങ്ക് ഗ്രൂപ്പ് ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ചതായും സംഭവത്തിൽ ഖേദിക്കുന്നതായും അറിയിച്ചു. എന്നാൽ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. UKയിലെ ബാങ്കിംഗ് മേഖലയിൽ ഇത്തരം സാങ്കേതിക തകരാറുകൾ വർദ്ധിക്കുന്നത് ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ബാങ്കുകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. ഉപഭോക്താക്കൾക്ക് ഡേറ്റ സംരക്ഷണ നടപടികൾ ശക്തിപ്പെടുത്താൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ട്. ഈ വീഴ്ചയുടെ ഫലമായി UKയിലെ സാമ്പത്തിക സംവിധാനത്തിൻ്റെ വിശ്വാസ്യത കുറഞ്ഞു. ബാങ്ക് ഗ്രൂപ്പ് 72 മണിക്കൂറിനുള്ളിൽ ഔദ്യോഗിക റിപ്പോർട്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഓൺലൈൻ ബാങ്കിംഗ് വർദ്ധിക്കുന്നതോടെ ഇത്തരം അപകടങ്ങൾ തടയാൻ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കണം. UKയിൽ അഭയാർത്ഥി അപ്പീലുകൾ റെക്കോർഡ് ഉയരത്തിൽ, നാടുകടത്തൽ ഭീഷണിയിൽ കുടുംബങ്ങൾ. UKയിലെ അഭയാർത്ഥി അപ്പീലുകളുടെ എണ്ണം റെക്കോർഡ് ഉയർന്ന നിലയിലെത്തി. കഴിഞ്ഞ വർഷം 41,987 ആയിരുന്നത് ഈ വർഷം 80,333 വർദ്ധിച്ചു. ശരാശരി കാത്തിരിപ്പ് സമയം 63 ആഴ്ചയായി ഉയർന്നു. ഈ സാഹചര്യത്തിൽ അഭയസേവന അപേക്ഷകൾ നിരസിക്കപ്പെട്ട 100ലധികം കുടുംബങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടാൻ ഹോം ഓഫീസ് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വയം സന്നദ്ധരായി മടങ്ങുന്നവർക്ക് 40,000 പൗണ്ട് വരെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും വിസമ്മതിക്കുന്നവരെ ബലം പ്രയോഗിച്ച് നാടുകടത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളുള്ള കുടുംബങ്ങൾ ഈ തീരുമാനത്തിൽ അതീവ ആശങ്കയിലാണ്. കാരണം ഇത് അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിലേക്ക് തിരികെ പോകുന്നത് ജീവന് ഭീഷണിയാണെന്നും അവർ പറയുന്നു. മനുഷ്യാവകാശ സംഘടനകൾ ഈ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. PwCയിലെ യുവതലമുറയുടെ റിക്രൂട്ട്മെന്റ് വർധന, AI സ്വാധീനം ചർച്ചയാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടൻസി സ്ഥാപനങ്ങളിലൊന്നായ PwC അടുത്ത വർഷം കൂടുതൽ ബിരുദധാരികളെ നിയമിക്കാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചു. AI വളർച്ച നിയമനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് UKയിലെ PwCയുടെ തലവൻ മാർക്കോ അമിട്രോനോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമ്പത്തിക മാന്ദ്യം കാരണം കഴിഞ്ഞ വർഷം നിയമനങ്ങൾ കുറച്ചതായും എന്നാൽ പുതിയതായി വരുന്നവർ ജോലിയിൽ വളരെ ആവേശമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം ജീവിത നൈപുണ്യങ്ങൾ നൽകുമെന്നും യുവജനങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ഓഫീസിൽ വന്ന് പ്രവർത്തിക്കാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത 12 മാസത്തിനുള്ളിൽ ബിരുദധാരികളുടെ നിയമനം വർദ്ധിപ്പിക്കുമെന്നും അതേസമയം AI ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 2000 എൻട്രി ലെവൽ തസ്തികകളിലേക്കാണ് 60,000 അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. പീറ്റർ മാൻഡൽസൺ വിഷയത്തിൽ സ്റ്റാർമർ കൂടുതൽ സമ്മർദ്ദത്തിൽ, രാജ്യസാധ്യത വർദ്ധിക്കുന്നു. UKയിലെ മുൻ ലേബർ നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ കീർ സ്റ്റാർമർ പീറ്റർ മാൻഡൽസന്റെ US അംബാസഡർ സ്ഥാനത്തേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിസന്ധി നേരിടുകയാണ്. മാൻഡൽസന്റെ വാട്സപ്പ് സന്ദേശങ്ങളുടെ അടുത്ത ഘട്ടം പുറത്തുവരുമ്പോൾ കൂടുതൽ രാജ്യസാധ്യതകളുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള മാൻഡൽസന്റെ ബന്ധം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ 9 മാസത്തിനുള്ളിൽ സ്ഥാനഭ്രഷ്ടനാക്കിയിരുന്നു. പ്രധാനമന്ത്രി സ്റ്റാർമർ തന്റെ നിയമനത്തിലെ വീഴ്ചയിൽ മാപ്പ് പറഞ്ഞെങ്കിലും വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തുവരാനിരിക്കുന്ന ഔദ്യോഗികമല്ലാത്ത ആശയവിനിമയങ്ങൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നാണ് കരുതുന്നത്. പല മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. UKയിൽ പ്രവാസികൾക്ക് ലൈസൻസ് നഷ്ടപ്പെടുന്നു, തൊഴിൽ വിസയിൽ കർശന നടപടി. UKയിലെ തൊഴിൽ വിസ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ലൈസൻസുകൾ റദ്ദാക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. സമീപകാലത്ത് ഹോം ഓഫീസ് സ്വീകരിച്ച കർശന നടപടികൾ കാരണം 2025 അവസാനത്തോടെ 1500-ലധികം സ്ഥാപനങ്ങൾക്ക് അവരുടെ ലൈസൻസുകൾ നഷ്ടപ്പെട്ടു. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണ്. തെറ്റായ ഉടമകളെ കണ്ടെത്താനും വിദേശ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയാനും ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് ഇതിനു പിന്നിൽ.
ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ദുരുപയോഗം തടയുന്നതിന് പോസ്റ്റ് ബ്രെക്സിറ്റ് വിസ നിയമങ്ങൾ ശക്തിപ്പെടുത്തിയതോടെ പ്രത്യേകിച്ച് സോഷ്യൽ കെയർ മേഖലയിൽ പല തൊഴിലാളികളും ശമ്പളക്കുറവ്, വിവേചനം എന്നിവ നേരിടുന്നതായി കണ്ടെത്തി. എന്നാൽ ബിസിനസ് ഗ്രൂപ്പുകളും സന്നദ്ധ സംഘടനകളും ഈ നടപടികൾ പലപ്പോഴും ഉത്തരവാദിത്തമുള്ള സ്ഥാപനങ്ങളെയും അനീതി കാണിക്കുന്നതായി വിമർശിക്കുന്നു. പ്രത്യേകിച്ച് കെയർ സെക്ടർ മേഖലകളിൽ ഇത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. വിദേശ തൊഴിലാളികൾക്ക് UK-യിൽ തുടരാൻ പുതിയ സ്പോൺസറെ കണ്ടെത്താൻ 60 ദിവസത്തെ സമയം ലഭിക്കുമെങ്കിലും പലപ്പോഴും അത് അസാധ്യമായി മാറുന്നു. ഹോം ഓഫീസ് പെട്രോൾ റെക്കോർഡുകൾ ഉപയോഗിച്ച് നിയമങ്ങൾ കർശനമാക്കുന്നതോടെ ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ മേഖലകളും ബാധിക്കപ്പെടുന്നു. പുതിയ കാർ നികുതി നിരക്കുകൾ വരുന്നു. ഇലക്ട്രിക് കാറുകൾക്കും വർധനവ്. വരും ആഴ്ചകളിൽ UK-യിൽ പുതിയ കാർ നികുതി നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. ലേബർ സർക്കാർ പ്രഖ്യാപിച്ച ഈ മാറ്റങ്ങൾ കാരണം ഇലക്ട്രിക് കാറുകൾക്കും നികുതി വർദ്ധിപ്പിക്കും. 2026 ഏപ്രിൽ 1 മുതൽ വാഹനങ്ങളുടെ എമിഷൻ അനുസരിച്ചുള്ള വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകൾ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് വർദ്ധിപ്പിക്കും. ആദ്യ വർഷത്തെ നികുതിയിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ മലിനീകരണം പുറന്തള്ളുന്ന കാറുകൾക്ക് £5,690 വരെ ഈടാക്കാം. അതേസമയം സീറോ എമിഷനുള്ള ഇലക്ട്രിക് കാറുകൾക്ക് £10 ആയിരിക്കും ആദ്യ വർഷത്തെ നികുതി. രണ്ടാമത്തെ ലൈസൻസ് മുതൽ സാധാരണ നിരക്ക് £200 ആയി ഉയരും. £40,000 കൂടുതൽ വിലയുള്ള പെട്രോൾ, ഡീസൽ കാറുകൾക്ക് പ്രത്യേക എക്സ്പെൻസീവ് കാർ സപ്ലിമെൻ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. UK-യിലെ ക്രിട്ടിക്കൽ കെയർ നഴ്സുമാർ ഓവർടൈം ശമ്പള തർക്കത്തിൽ സമരം ചെയ്യുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ 3 ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിലെ നഴ്സുമാർ ഓവർടൈം ശമ്പളത്തെ ചൊല്ലിയും ഗുരുതരമായ സ്റ്റാഫിംഗ് കുറവ് ആരോപിച്ചും സമരം നടത്തുകയാണ്. സാൽഫോർഡ് റോയൽ ഹോസ്പിറ്റൽ, റോയൽ ഓൾഡാം ഹോസ്പിറ്റൽ, ഫെയർഫീൽഡ് ജനറൽ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ യൂണിസൺ അംഗങ്ങളാണ് 12 മണിക്കൂർ ജോലി ബഹിഷ്കരിച്ചത്. നിലവിലുള്ള ശമ്പളത്തേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് അധിക ജോലികൾക്ക് പണം നൽകുന്നതെന്നും ഇത് ജീവനക്കാരെ ശാരീരികമായും മാനസികമായും തളർത്തുന്നുവെന്നും അവർ ആരോപിക്കുന്നു. ഒരു ഷിഫ്റ്റിന് £100 വരെ നഷ്ടപ്പെടുന്നതായും പലരും ഭക്ഷ്യബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്നതായും യൂണിയൻ പറയുന്നു. ഈ സമരം രോഗികളുടെ പരിചരണത്തെ ബാധിക്കുമെങ്കിലും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമപരമായ നടപടിയാണെന്ന് യൂണിയൻ വിശദീകരിച്ചു. ഡോക്ടർ ബിജു പെരിങ്ങത്തറയ്ക്ക് ബ്രിട്ടീഷ് രാജാവിൻ്റെ റോയൽ ഗാർഡൻ വിരുന്നിൽ ക്ഷണം. UK മലയാളികൾക്ക് അംഗീകാരം. UK-യിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും യുക്മ മുൻ പ്രസിഡന്റുമായ ഡോക്ടർ ബിജു പെരിങ്ങത്തറയ്ക്ക് ബ്രിട്ടീഷ് രാജാവിൻ്റെ റോയൽ ഗാർഡൻ വിരുന്നിൽ നിന്ന് ക്ഷണം ലഭിച്ചു. ബക്കിംഗ്ഹാം പാലസിൽ നടക്കുന്ന ചടങ്ങിൽ രാജാവ് ചാൾസും മറ്റ് രാജകുടുംബാംഗങ്ങളും പങ്കെടുക്കും. 2022-2025 കാലയളവിൽ യുക്മ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ബിജുവിൻ്റെ പ്രവർത്തനങ്ങൾക്കും UK-യിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തത്തിന് ലഭിക്കുന്ന അംഗീകാരമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. 16 വർഷത്തെ സജീവമായ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഈ അസുലഭ അവസരം ലഭിച്ചത്. യുക്മ യൂത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചിരുന്നു. ബർമിംഗ്ഹാം NHS-ൽ കൺസൾട്ടന്റ് അനസ്തറ്റിസ്റ്റ് ആയി സേവനമനുഷ്ഠിക്കുന്നതിനോടൊപ്പം ഡോക്ടർ ബിജു ലോക കേരള സഭയുടെ യൂറോപ്പ് റീജിയണൽ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.